വിളിച്ചോ? വിളിച്ചു. അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല. കാര്യമില്ല. പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ ആരാ ലോണ് തിരിച്ചെടുക്കുക? എന്തായി കാട്ടണേ? ഇത് എത്രാമത്തെയാ മതി കുടിച്ചത്? പ്ലീസ് നിമ്മി, ഇന്ന് എന്നെ തടയരുത്. നിമ്മി പ്ലീസ്. കാലം തിരിച്ചു ഇറങ്ങാണെന്ന് തോന്നുന്നു. ഒക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കുക, ഒന്നും ഉണ്ടാവില്ല. നിമ്മി, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രാസ് നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ബാലചന്ദ്രനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തുണിസഞ്ചിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും പഴകിയ 2 ഷർട്ടും മുണ്ടുമായി വന്നിറങ്ങിയ ഒരു പാവം. അയാളെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പണം കണ്ട് മോഹിച്ചു എന്നാണോ കരുതുന്നത്? എങ്കിൽ KR നായരുടെ മകന്റെ മുമ്പിൽ ബാലേന്ദ്രൻ ഒന്നും ആയിരുന്നില്ല. എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. ബാലേട്ടന്റെ സ്നേഹം ഒഴിച്ച്. മതി, എനിക്കത് മതി. പാല് പൊങ്ങാമ പാത്തുകോ. ശരിമാ. എന്താ അയച്ചാ? ഹർമ്മപുരി വരെ പോയി. കിട്ടിയത് വെറും 25,000 രൂപ. വെളുപ്പിനെ 3 വന്നപ്പോ പിന്നെ നേരെ വീട്ടിൽ പോയി. ബാലേന്ദ്രൻ എഴുന്നേറ്റില്ലേ? ഇല്ല, രാത്രി ഉറങ്ങിയില്ല. വെളുപ്പായപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. സംഗതി ആകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണല്ലോ മോളെ കാണുന്നത്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം. ബാലേട്ടനെ വിളിക്കണോ? വേണ്ട, നീ പറഞ്ഞാ മതി. ഞങ്ങൾ ഓഫീസിലേക്ക് പോവാ. സുധാകരൻ വരും. കംപ്ലീറ്റ് അക്കൗണ്ട് ബുക്സ്, ഡിപ്പോസിറ്റ് ആൻഡ് ലോൺ ഡീറ്റെയിൽസ് ഉടനെ മാറ്റണം. ഇനി നമ്മൾ സേഫ് ആവുക എന്നുള്ളതാണ്. ബാലിനോട് പുറത്തേക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടെ തന്നെ ഉണ്ടാവണം. പോവാം. അച്ഛൻ കാപ്പി കുടിച്ചോ? കാപ്പിയൊക്കെ പിന്നെ. രാത്രി പാലനൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു മോശം പണ്ട് ഇത്ര പെട്ടെന്ന് ആളുകൾ അറിഞ്ഞെത്തുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യും രാധാകൃഷ്ണ? പോലീസിനെ വിളിക്കുന്നതാണ് ബുദ്ധി. ജീവൻ രക്ഷിക്കണ്ടേ? സുധാര, ഒന്ന് ആലോചിച്ചിട്ട് മതി. ഒന്നും ആലോചിക്കാനില്ല. സമയം കഴിയുന്നതോറും ആളുകൾ കൂടി വരും. പിന്നെ ശവശരീരം പോലും കിട്ടില്ല. ഈശ്വര ചതിച്ചു. ബാലേന്ദ്രൻ എവിടും തരാടോ. ഞങ്ങളുടെ കാശ് കൊണ്ട് മുഖം നോക്കൂലേ തന്റെ ആളുകൾ? ഒരിക്കലും അല്ല. പിന്നെ എന്താണോ ബാങ്ക് തുറക്കാത്തത്? ഒരു ഹോളിയുടെ ബോർഡ് നോക്കി ഞങ്ങളെ പോകുന്നു വിചാരിച്ചോ? കാശ് കിടക്കലാണ് ഉയരോടെ വിട മാട്ടെ. നിങ്ങൾ ആരുടെയും കാശ് നഷ്ടപ്പെടില്ല. ഒറ്റ പൈസ ബാക്കിയില്ലാതെ ഞാൻ തിരിച്ചു തരും. പൊളിഞ്ഞ ബാങ്കിൽ എവിടുന്നാണോ കാശ്? കള്ളക്കഥയാണത്. ബാങ്ക് പൊളിഞ്ഞിട്ടില്ല. 2 കോടി രൂപയുടെ ആസ്തിയുണ്ട് നമ്മുടെ ബാങ്കിന്. അതൊക്കെ വിറ്റിട്ടായാലും എല്ലാവരുടെയും കാശ് ഞാൻ തിരിച്ചു തരും. ദൈവം എനിക്ക് ഒരാഴ്ചത്തെ സമയം തരാം. ഒരേ ഒരാഴ്ച. നിങ്ങൾ മുങ്ങിലെന്ന് എന്താ ഉറപ്പ്? മുങ്ങിയാലും എന്റെ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഹോട്ടലുണ്ട്. അത് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കിട്ടുമെന്ന് കിട്ടാന്നിരിക്കില്ല. രക്ഷിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പെൻഷൻ കിട്ടിയ കാശ. ഈ പലിശ അല്ലാതെ വേറെ ജീവിതമാർഗമില്ല. എനിക്ക് എന്റെ കാശ് തിരിച്ചു തരണം. തരും. നിങ്ങളുടെ പണം ഞാൻ തിരിച്ചു തരും. എന്തുറപ്പ് വേണം പറഞ്ഞോളൂ. ഓരോ ഉറപ്പും വേണ്ട, തന്നാ മതി. തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എന്റെ ശവം കാണും. ഇത് പൂട്ടരുത്. തുറന്നു തന്നെ കിടക്കണം. ശരി സാർ. ഭാഗ്യം, ഞാൻ ഭയം. Shut up, you bloody fool. തന്നോട് ആരോട് പറഞ്ഞു ഹോളിഡേ ബോർഡ് വെക്കാൻ? അത് വക്കീല്. ഓഹോ, വക്കീലിന്റെ ബുദ്ധിയാണല്ലേ. ഈ ഓഫീസിൽ താനാണോ മാനേജർ, വക്കീലാണോ? ഞാനാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതാണോ അവിടെ അനുസരിക്കുന്നത്? ഇഡിയറ്റ്. ബാലേന്ദ്ര, സംഗതിയാകെ കുഴപ്പമായിരിക്കുകയാണ്. എല്ലാ ബ്രാഞ്ചിലും ഡിപ്പോസിറ്റേഴ്സ് ബഹളം വെച്ചു തുടങ്ങി. പോലീസ് ഇടപെടൽ ഉണ്ടാവും. നമ്മുടെ റെക്കോർഡ്സ് എല്ലാം എത്രയും വേഗം ഇവിടുന്ന് മാറ്റണം. നിന്റെ പേരിലുള്ള അസറ്റ്സ് എല്ലാം ഉടനെ നിർമ്മലയുടെ പേരിലാക്കണം. എന്തിന്? അല്ലെങ്കിൽ ഈ ഹോട്ടലിനും വീടിനും കോർട്ട് അറ്റാച്ച്മെന്റ് വരും. നിനക്കെല്ലാം നഷ്ടമാകും. നിർമ്മലയുടെ പേരിലേക്ക് മാറ്റിയാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റില്ല. അപ്പൊ ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് പണമേൽപ്പിച്ചവരോ? ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കാം. എനിക്ക് ആ സേഫ്റ്റി വേണ്ട. ബാലേന്ദ്ര, ബുദ്ധിമോശം കാണിക്കരുത്. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. ഇതാണോ രക്ഷ?
എന്നെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ ഏൽപ്പിച്ചവരുടെ ശാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവരുടെ കണ്ണീരിന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവരെ വഞ്ചിച്ചുകൊണ്ടുള്ള രക്ഷ എനിക്ക് വേണ്ട. പിന്നെ എന്ത് ചെയ്യും സാർ? വിൽക്കും, സകലതും വിൽക്കും ഞാൻ. എന്നിട്ട് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് തീർക്കും. ബാലചന്ദ്രൻ മദ്രാസിൽ വന്നത് വെറും 7 രൂപയും കൊണ്ടാ. ഒരു പെണ്ണിനെയും കുട്ടിയും കൊണ്ട് പിന്നെ നീ എന്ത് ചെയ്യും? തെണ്ടുവോ? തെണ്ടണ്ടി വന്നാൽ തെണ്ടും. അങ്ങനെ തെണ്ടാനല്ല എന്റെ മോളെ നിന്നെ കല്യാണം കഴിച്ചു തന്നത്. നിങ്ങളുടെ മകളെന്നതിനേക്കാൾ ഇന്ന് അവളുടെ ഭാര്യയാണ്, അത് മറക്കണ്ട. ബാലേന്ദ്രൻ, നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട്. പ്ലീസ് ഷട്ട് അപ്പ്. വക്കീലിന്റെ പ്രാക്ടിക്കൽസ് എന്നെ പഠിപ്പിക്കണ്ട. ഇത് എന്റെ മാത്രം കാര്യമാണ്. ദയവായി ഇതിൽ ഇടപെടരുത്. വാടാ, ഇവനൊക്കെ വേണ്ടി വായു പിടിച്ച് നമ്മളെ വേണം തൊഴിക്കാൻ. വാ. മേനോൻ സാറും വക്കീലും സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്മയൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. വഞ്ചനയാണോ നന്മ? ഈ ഓഫീസ് തുറന്നിട്ടിരുന്നെങ്കിൽ ഈ ആളുകൾ എത്ര ക്ഷുഭിതരാകും തോന്നുന്നുണ്ടോ അതെനിക്ക്? വിട്ടി നന്മയാണത്രേ നന്മ. താൻ ഞാൻ പറയുന്നത് അനുസരിക്കുക. നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് എല്ലാവർക്കും ടെലിഗ്രാം മെസ്സേജ് കൊടുക്കുക. നമ്മളെ കമ്പനി ക്ലോസ് ചെയ്യാൻ പോകുന്നു, ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാന്ന് കാണിച്ചിട്ട്. അതിനുള്ള ഫണ്ടോ? വിൽക്കും. തമാശ പറഞ്ഞതല്ല, വിൽക്കും. ദാ എന്താ? എന്താ? എന്തിനാ ബാലേട്ടാ? എന്നെ തകർത്തിട്ട് അവൻ ജീവിക്കണ്ട. അതിന്റെ പേരിൽ എന്താ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ബാലേട്ട സ്വയം മറക്കരുത്, എന്നെ മോളെ മറക്കരുത്. നിമ്മി തടയരുതന്നെ. ഇല്ല, മാറി നിൽക്കാൻ. വേണ്ട വേണ്ട. നിമ്മി കുറച്ചെങ്കിലും എന്നെ നീ മനസ്സിലാക്ക്. നമ്മൾ അടിമുടി തകർത്തവനെ കൊന്നിലേക്ക് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? ബാലേട്ട എനിക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് ഒന്ന് വേണ്ടി. പറയട്ടെ, മാറ്. ബാലേട്ട തിരിച്ചു വരുമ്പോ എന്റെ മോളുടെ ശവ ബാലേട്ടൻ കാണാൻ പോണത്. സത്യം പറയണേ, പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല. ബാലേട്ടനാണ് സത്യം. നിന്നെ അത് ചെയ്യും. നിമ്മി, ഇത്രയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റി? അയാൾ എന്നെ വഴി തടഞ്ഞു വെച്ചു, അടിച്ചു. മിണ്ടിയില്ല. അതോടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി. ഇപ്പോ എന്റെ ലൈഫിന്റെ അടിത്തറ മാന്താണ്. ഇനിയും ക്ഷമിക്കണോ? ഞാനൊരാണാണ്, എനിക്കുണ്ട് ആരോഗ്യം, ചങ്കൂറ്റമൊക്കെ. എനിക്ക് പേടിയാണ് ബാലേട്ട. എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, കാറ് വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ബാലേട്ടൻ മാത്രം മതി. ബാലേട്ടൻ മാത്രം മതി. നമുക്ക് ആരോട് മത്സരിക്കണ്ട, പകരം ചോദിക്കണ്ട. വിധി എന്തായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ബാലേട്ടന്റെ കൂടെ നിന്നുണ്ടാവും. എന്തിനും. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു തരത്തില് ബാലേന്ദ്രൻ പറഞ്ഞ അടി ശരി. ഇക്കണ്ട ജനങ്ങളെല്ലാം വഞ്ചിച്ച് ജീവിക്കുന്നതിലും നല്ലത് രണ്ടല് തന്നെയാ. മനസമാധാനെങ്കിലും കിട്ടുമല്ലോ. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം. ആ, നീ വന്നോ? ഇരിക്കെ. പിള്ളേരെ കൊണ്ടുവന്നില്ലേടി? ഓ, അവർക്ക് ക്ലാസ് ഉണ്ട്. അച്ഛൻ ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആർക്കെങ്കിലും വല്ല അസുഖമാണെന്ന്. അസുഖമായിരുന്ന ഡോക്ടറെ കണ്ടാ മതിയായിരുന്നല്ലോ. ഇത് അതിനൊക്കെ കഷ്ടമാ. കൃഷ്ണകുമാർ അറിഞ്ഞില്ലേ ബാലേന്ദ്രന്റെ? ഉവ്വ്, പറഞ്ഞു കേട്ടു. ഹോട്ടല് വിൽക്കാൻ തീരുമാനിച്ചു, വീടും വിൽക്കാണെന്ന് കേട്ടു. ആരൊക്കെ വന്ന് നോക്കിയത്രേ. വില കൊണ്ട് ശരിയാവണില്ല. പകുതി വിലക്കാ ചോദിക്കണേ. വിൽക്കാതെ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം നടക്കണമെങ്കിൽ കിട്ടിയ വിലക്ക് വിൽക്കേണ്ടി വരും. കോടതി 15 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് കാശ് മുഴുവൻ കൊടുത്തു തീർക്കുക, കെട്ടിവയ്ക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അകത്താവും. കാശ് എവിടെയെങ്കിലും ഒതുക്കിയിട്ടുണ്ടാവും, അല്ലാതെ ബാങ്ക് പൊളിയില്ലല്ലോ. പൊളിഞ്ഞ നല്ല പൊളിച്ചതാ. അവനങ്ങനെ കള്ളത്തരം ഒന്നും കാണിക്കില്ല.
ഞാൻ നിന്നെ വരുത്തിയ ഒരു കാര്യം ആലോചിക്കാനാ. ബാലേന്ദ്രനെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ അത്രയധികം കാശൊന്നുമില്ല. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. നിങ്ങളോട് ചോദിക്കാനല്ല, അവന്റെ കടം മുഴുവൻ വിട്ടാൽ നമ്മളെ കൊണ്ടാവില്ല. അവനാരും 10 പൈസ കടവും കൊടുക്കില്ല. ഞാൻ ആലോചിക്കുന്നത്, ഈ വീട് പണയപ്പെടുത്തി ഒരു 10-25 ലക്ഷം രൂപ കൊടുത്താൽ അവന്റെ വീട് വിൽക്കാതെ കഴിച്ചുകൂട്ടാം. മാത്രമല്ല, മിടുക്കനായതുകൊണ്ട് ഭാവിയിൽ അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നന്നായിക്കോളും, കടവും വിട്ടും. നിർമ്മല വഴിയാധാരാകാൻ പാടില്ലല്ലോ. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കടായിട്ടല്ലേ കൊടുക്കണത്. കടം വീട്ടുമ്പോ എന്തത്ര ഉറപ്പ്? ഞങ്ങൾക്കും കാശിന് അത്യാവശ്യമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഒരു വീട് വെച്ചിട്ടില്ല. അതെന്താ അച്ഛൻ ഇതുവരെ ഓർക്കാത്തത്? നിർമ്മല മാത്രമല്ലല്ലോ, ഞാനും അച്ഛന്റെ മോള് തന്നെയല്ലേ. നിനക്ക് ഇങ്ങനൊരവസ്ഥ വന്നില്ലല്ലോ. അതിപ്പോ ആരുടെയാ കുറ്റം? ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലല്ലോ അവസ്ഥ. ഞങ്ങൾക്ക് സമ്മതമല്ല. അവള് പറയുന്നത് കാര്യമാ. പിന്നെ വേണമെങ്കിൽ ഈ വീടങ്ങ് വിൽക്ക്, എന്നിട്ട് എല്ലാവർക്കും സമമായിട്ട് വീതിക്ക്. അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കിക്കോളാം. എന്താ, അത് വിട്ട് വേറൊന്നും ആലോചിക്കണ്ട. ഇവന്റെ അടുത്തൊക്കെ ചെന്ന് ജീവിക്കണം. വേണ്ട, ഒന്നും വേണ്ട. അനുഭവിക്കട്ടെ. അവളുടെ വിധിയാണെന്ന് സമ്മാനിക്കാം. நேரம் காலம் பார்க்குற பழக்கம் இருக்கா? இப்ப நல்ல நேரம் தான். വളരെ നല്ല സമയം. என்ன சொன்னீங்கன்னு புரியல. நல்ல நேரம் தான் சொன்னேன். 40 lakhs cash, 50 lakhs draft. சரியா தான் இருக்கு. இருந்தாலும் எண்ணி பாத்துங்க. பரவாயில்ல. எங்க சைன் பண்ணு? ഒരിക്കൽ കൂടെ കസേര നിന്നിരിക്കട്ടെ.